ഹായ് ഫ്രണ്ട്സ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സെക്കൻഡ് സം BCom ആൻഡ് BBAയുടെ ഒരു പേപ്പറാണ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എക്സാം തീരുമാനിച്ചിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ 2015 മുതൽ 2019 വരെയുള്ള വർഷങ്ങളിലെ തുടർച്ചയായി ചോദിക്കാറുള്ള തിയറി ആൻഡ് പ്രോബ്ലംസ്, അതുപോലെ തന്നെ പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം എക്സാമിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്തി തരാം. എക്സ്റ്റേണൽ 80 മാർക്കിനാണ്, ഇന്റേണൽ 20 മാർക്കിന്, ടൈം 2 മണിക്കൂർ. 3 സെക്ഷനുകളിലായിട്ട് തന്നെയാണ് യൂണിവേഴ്സിറ്റി എക്സാം നടത്തുന്നത്. സെക്ഷൻ എ 2 മാർക്കിന്റെ 15 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. മാക്സിമം നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന മാർക്ക് 25 മാർക്കാണ്. സെക്ഷൻ ബി പാരഗ്രാഫ് അല്ലെങ്കിൽ പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. 5 മാർക്കിന്റെ 8 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിലും മാക്സിമം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്ക് 35 മാർക്കാണ്. സെക്ഷൻ സി എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. 10 മാർക്കിന്റെ 4 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. അതിൽ 2 എണ്ണത്തിന് 20 മാർക്ക്. BComനും BBAക്കും ഒരുപോലെ പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ് ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് എന്നത്. കമ്പനി അക്കൗണ്ട്സ് എന്ന ഈ മൊഡ്യൂളിൽ നിന്നും BComന് 25 മാർക്കാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. കമ്പനി അക്കൗണ്ട്സ്, ഇഷ്യൂ ഓഫ് ഷെയർസ്. ഇതിൽ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫസ്റ്റ് വൺ, വാട്ട് യു മീൻ ബൈ റൈറ്റ് ഇഷ്യൂ. നെക്സ്റ്റ്, സ്റ്റേറ്റ് ദ മീനിങ് ഓഫ് കോൾസ് ഇൻ അരിയർ. നെക്സ്റ്റ്, വാട്ട് ഈസ് സ്വെറ്റ് ഇക്വിറ്റി. നെക്സ്റ്റ്, വാട്ട് ഈസ് സെക്യൂരിറ്റി പ്രീമിയം. നെക്സ്റ്റ്, വാട്ട് ഈസ് സ്ക്രിപ്പ് ഡിവിഡൻഡ്. വാട്ട് ആർ ഡിവിസിബിൾ പ്രോഫിറ്റ്. നെക്സ്റ്റ്, വാട്ട് ഈസ് സ്റ്റോക്ക് സ്പ്ലിറ്റ്. നെക്സ്റ്റ്, സ്റ്റേറ്റ് ദ മീനിങ് ഓഫ് റിസർവ് ക്യാപിറ്റൽ. Next, state the difference between reserve and bonds. Next, what is a share? What are the different classes of shares? Last one, what do you mean by forfeiture of shares? Next, right issue. When a company proposes to issue further share capital, the new shares shall first be offered to existing shareholders in proportion of their existing shareholding. ഒരു കമ്പനി ക്യാപിറ്റൽ കണ്ടെത്തുന്നതിന് വേണ്ടി പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നിലവിൽ ഉള്ള ഷെയർ ഹോൾഡേഴ്സിന് നിലവിൽ അവർ എടുത്തിട്ടുള്ള ഷെയറുകളുടെ പ്രപ്പോർഷൻ അനുസരിച്ച് കൊടുക്കുന്ന ഷെയർ ആണ് റൈറ്റ് ഷെയർ എന്ന് പറയുന്നത്. സച്ച് റൈറ്റ് ഈസ് കോൾഡ് റൈറ്റ് ഇഷ്യൂ. ഇത്തരത്തിലുള്ള റൈറ്റ് ആണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. ഇൻ എ റൈറ്റ് ഇഷ്യൂ നോ പ്രോസ്പെക്ടസ് ഈസ് ഇഷ്യൂഡ്. സാധാരണ കമ്പനികൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാറുണ്ട്. പക്ഷേ റൈറ്റ് ഇഷ്യൂവിന്റെ കേസിൽ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാറില്ല. Next one, calls in arrear. Calls in arrears refers to the allotment or call money not paid by the shareholders on the given date. കമ്പനി സാധാരണ ഇൻസ്റ്റാൾമെന്റ് രൂപത്തിലാണ് ഷെയറിന്റെ പണം റിസീവ് ചെയ്യുന്നത്. ഇത്തരത്തിൽ അലോട്ട്മെന്റ് മണിയോ കോൾ മണിയോ വിളിക്കുന്ന സമയത്ത് ഷെയർ ഹോൾഡേഴ്സ് ആ പണം നൽകാതിരുന്നാൽ അതിനെ പറയുന്ന പേരാണ് കോൾസ് ഇൻ അരിയർ. കോളുകൾ വീഴ്ച വരുത്തുക. ദീസ് ആർ ദി കോൾഡ് അപ്പ് ബൈ ദി കമ്പനി ബട്ട് നോട്ട് പെയ്ഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ്. കമ്പനി ഇത് വിളിച്ചിട്ടുണ്ടാകും, പക്ഷേ ഷെയർ ഹോൾഡേഴ്സ് ഇതിന്റെ ക്യാഷ് കൊടുത്തിട്ടുണ്ടായിരിക്കില്ല. ഇറ്റ് ഈസ് എ ഡെപ്റ്റ് ഡ്യൂ ഫ്രം ദി ഷെയർ ഹോൾഡേഴ്സ്. അതുകൊണ്ട് തന്നെ ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്നും കിട്ടാനുള്ള പണമാണ് ഇത്. അവിടെ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ് അറ്റ് എ റേറ്റ് സ്പെസിഫൈഡ് ഇൻ ദി ആർട്ടിക്കിൾസ്. ഇങ്ങനെ കോൾസ് ഇൻ അരിയർ സംഭവിക്കുന്ന സമയത്ത് കമ്പനിക്ക് ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്നും ഇൻട്രസ്റ്റ് ആയിട്ട് ഒരു തുക ചാർജ് ചെയ്യാൻ പറ്റും. ഇഫ് ദ ആർട്ടിക്കിൾസ് ആർ സൈലന്റ്, directors can charge at a rate not exceeding 10% per annum. ഇങ്ങനെ ഈ റേറ്റ് ആർട്ടിക്കിൾസിൽ സാധാരണ സ്പെസിഫൈ ചെയ്ത് പറയാറുണ്ട്. പക്ഷെ ആർട്ടിക്കിൾസിൽ ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ ഡയറക്ടേഴ്സിന് 10% കൂടാത്ത ഒരു തുക ഒരു വർഷത്തേക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, സ്വെറ്റ് ഇക്വിറ്റി ഷെയർ. A sweat equity share is an equity share issued by the company to employees or directors at a discount or for consideration other than cash for
providing know-how or making available right in the nature of intellectual property rights or value addition. ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് അല്ലെങ്കിൽ കമ്പനിയുടെ ഡയറക്ടേഴ്സ് ഇവർ കമ്പനിക്ക് വേണ്ടി ഒരു ടെക്നിക്കൽ നോഹോ എന്ന് പറഞ്ഞാൽ ഒരു സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, ഒരു ഡിസൈന്, ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അവരുടേതായിട്ടുള്ള ഒരു സംഭാവന അതല്ലെങ്കിൽ കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ കൂടുന്ന തരത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പാരിതോഷികമായി ഡിസ്കൗണ്ടിലോ അതുമല്ലെങ്കിൽ ക്യാഷ് അല്ലാത്ത മറ്റെന്തെങ്കിലും രൂപത്തിലോ കമ്പനി കൊടുക്കുന്ന ഒരു ഷെയർ ആണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത്. സെക്യൂരിറ്റി പ്രീമിയം. വെൻ ഷെയർസ് ആർ ഇഷ്യൂഡ് at price higher than their face or nominal value, it is called shares at a premium. The excess amount received over the face value is called the share premium. It should be shown in a separate account called security premium account. കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഷെയറിന്റെ പ്രൈസിനേക്കാളും കൂടുതലായിട്ടുള്ള പ്രൈസിന്, ദാറ്റ് മീൻസ് പ്രീമിയം, അങ്ങനെ അധികം രൂപയ്ക്കാണ് ഷെയർ വിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത്തരം ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് സെക്യൂരിറ്റി പ്രീമിയം എന്ന് പറയുന്നത്. ദി എക്സസ് എമൗണ്ട് റിസീവ്ഡ് ഓവർ ദി ഫേസ് വാല്യൂ. ഇങ്ങനെ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഷെയറിന്റെ പ്രൈസിനേക്കാളും കൂടുതലായിട്ട് കിട്ടുന്ന ആ പ്രൈസാണ് ഷെയർ പ്രീമിയം എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി ഷോൺ ഇൻ എ സെപ്പറേറ്റ് അക്കൗണ്ട് കോൾഡ് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്. ഇങ്ങനെ ഷെയറിന്റെ കൂടെ കിട്ടുന്ന ഈ പ്രത്യേകമുള്ള എമൗണ്ട് എന്ന് വെച്ചാൽ അധികമുള്ള എമൗണ്ട് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലേക്കാണ് നമ്മൾ മാറ്റുന്നത്. ഷെയറിന്റെ പ്രൈസ് ആണെങ്കിൽ അത് ഷെയർ ക്യാപിറ്റലിലേക്കും മാറ്റുന്നു. ഈ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ബാലൻസ് ഷീറ്റിലെ ലാബിലിറ്റി സൈഡിലെ റിസർവ് ആൻഡ് സർപ്ലസ് എന്ന ഹെഡിലാണ് കാണിക്കേണ്ടത്. നെക്സ്റ്റ്, സെക്യൂരിറ്റി പ്രീമിയം ഷുഡ് ബി അപ്ലൈഡ് ഓൺലി ഫോർ ദി ഫോളോയിങ് പർപ്പസസ്. ഇങ്ങനെ ഫേസ് വാല്യൂവിനേക്കാളും കൂടുതലായിട്ട് കിട്ടുന്ന ഈ സെക്യൂരിറ്റി പ്രീമിയം എന്ന് പറയുന്ന എമൗണ്ട് എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് നമുക്ക് ഉപയോഗിക്കാവുന്നത്? ഫസ്റ്റ് വൺ, ടു ഇഷ്യൂ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ടു ദി ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് ഷെയർസ് കൊടുക്കാൻ വേണ്ടി നമുക്ക് ഈ ക്യാഷ് ഉപയോഗിക്കാം. ബോണസ് ഷെയർ എന്ന് വെച്ചാൽ ഷെയർ ഹോൾഡേഴ്സിന് അവർ ഇൻവെസ്റ്റ് ചെയ്ത ഷെയറിന് റിട്ടേൺസ് കൊടുക്കേണ്ടി വരും കമ്പനി. ഇങ്ങനെ കൊടുക്കുന്ന റിട്ടേൺ പറയുന്ന പേരാണ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് കൊടുക്കാൻ കമ്പനിയുടെ കയ്യിൽ ക്യാഷ് ഇല്ലാത്ത സമയത്ത് ഷെയർ ആയിട്ട് ഇഷ്യൂ ചെയ്യാറുണ്ട്. ഈ രീതിയിൽ കൊടുക്കുന്ന ഷെയറുകളാണ് ബോണസ് ഷെയർ. അപ്പോൾ ഈ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിന് ഈക്വൽ ആയിട്ടുള്ള ക്യാപിറ്റൽ നമ്മൾ കാണിക്കേണ്ടി വരും. അങ്ങനെ കമ്പനി കാണിക്കേണ്ടത് ഈ സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്നുള്ള ഉപയോഗിച്ചിട്ടുള്ള എമൗണ്ട് ഉപയോഗിച്ചിട്ടാണ്. സെക്കൻഡ് വൺ, ടു റൈറ്റ് ഓഫ് പ്രിലിമിനറി എക്സ്പെൻസസ് ഓഫ് ദി കമ്പനി. പ്രിലിമിനറി എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ തുടക്ക കാലഘട്ടത്തിൽ വരുന്ന ചെലവുകളാണ്. കമ്പനിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ വരുന്ന എക്സ്പെൻസുകൾ എഴുതി തള്ളാൻ വേണ്ടി ഈ തുക ഉപയോഗിക്കാം. Next one, to write off the expenses of or commission paid or discount allowed on issue of shares or debentures of the company. അതുപോലെ തന്നെ മറ്റു പല എക്സ്പെൻസുകളോ കമ്മീഷനുകളോ ഡിസ്കൗണ്ട് അലൗഡ് ഓൺ ഇഷ്യൂ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചേഴ്സോ അല്ലെങ്കിൽ ഷെയറുകളോ ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിലോ ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള എക്സ്പെൻസുകൾ തള്ളിക്കളയാനും ഈ തുക ഉപയോഗിക്കാം. Next, to pay premium payable on the redemption of redeemable preference shares or debentures. Redeemable preference shares എന്ന് വെച്ചാൽ ഒരു നിശ്ചിത കാലം കഴിഞ്ഞാൽ പ്രിഫറൻസ് ഷെയർസ് നമ്മൾ തിരിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഡിബഞ്ചേഴ്സും. ഈ തരത്തിലുള്ള ഡിബഞ്ചേഴ്സോ പ്രിഫറൻസ് ഷെയർസോ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് അധികം തുകയ്ക്ക് അല്ലെങ്കിൽ പ്രീമിയത്തിനാണ് തിരിച്ചു കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അധികം തുക അതിനു വേണ്ടിയിട്ടുള്ള പണം സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്നും കമ്പനിക്ക് എടുക്കാവുന്നതാണ്. ലാസ്റ്റ് വൺ, ടു ബൈ ഇറ്റ്സ് ഓൺ ഷെയർസ് അല്ലെങ്കിൽ ബൈബാക്ക് ഓഫ് ഷെയർസ്. കമ്പനിയുടെ ഷെയറുകൾ തന്നെ മാർക്കറ്റിൽ നിന്നും അല്ലെങ്കിൽ പബ്ലിക്കിന്റെ കയ്യിൽ നിന്നും തിരിച്ചു വാങ്ങുന്ന പ്രോസസ്സാണ് ബൈബാക്ക് ഓഫ് ഷെയർസ്. ഇങ്ങനെ ബൈബാക്ക് നടത്തുന്ന സമയത്ത് കമ്പനി അധികം ക്യാഷ് കണ്ടെത്തേണ്ടി വരും. ഇതിനുള്ള ക്യാഷും സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്നും ഉപയോഗിക്കാം. Divisible profit. The net profit available to equity shareholders after creating all appropriations is called divisible profit.
അപ്രോപ്രിയേഷൻസ് എന്ന് വെച്ചാൽ പണം മറ്റും പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നതിനെയാണ് പറയുന്നത്. ഇത്തരത്തിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ നിന്നും എല്ലാ അപ്രോപ്രിയേഷനും ശേഷം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ലഭ്യമായിട്ടുള്ള പ്രോഫിറ്റാണ് ഡിവിസിബിൾ പ്രോഫിറ്റ്. In other words, the net profit available for the distribution of dividend is called a divisible profit. അതല്ലെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്നും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് വിതരണം ചെയ്യാൻ തയ്യാറായിട്ടുള്ള പ്രോഫിറ്റാണ് ഡിവിസിബിൾ പ്രോഫിറ്റ്. സ്റ്റോക്ക് സ്പ്ലിറ്റ്. Stock split means when a company decides to split one share of its stock into more shares. സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് വെച്ചാൽ ഷെയറിനെ മുറിക്കുക എന്ന് വെച്ചാൽ കമ്പനി നിലവിൽ കമ്പനിയുടെ ഷെയറിനെ ഒന്നിലധികം ഷെയറുകളാക്കി മാറ്റാൻ തീരുമാനിച്ചു. എ സ്റ്റോക്ക് സ്പ്ലിറ്റ് കോസ് ഇൻക്രീസ് ദ നമ്പർ ഓഫ് ഷെയർസ് ഓഫ് ദി കമ്പനി ആൻഡ് ഡിക്രീസസ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇൻഡിവിജ്വൽ ഷെയർസ്. ഇങ്ങനെ സ്റ്റോക്ക് സ്പ്ലിറ്റ് നടത്തുന്ന സമയത്ത് നമ്പർ ഓഫ് ഷെയർസ് കമ്പനിയുടെ നിലവിലുള്ള ഷെയറുകളുടെ എണ്ണം കൂടുകയും അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൈസ് നിലവിൽ കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസ് ഉള്ളതിനേക്കാൾ കുറയുകയും ചെയ്യും. അവിടെ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. വെൻ എ സ്റ്റോക്ക് സ്പ്ലിറ്റ് ഇറ്റ് ക്യാൻ ഓൾസോ റിസൾട്ട് ഇൻ എ ഷെയർ പ്രൈസ് ഇൻക്രീസ്. സത്യത്തിൽ മാർക്കറ്റിൽ ഇതിന്റെ പ്രൈസ് കുറയുന്നു എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതിന്റെ പ്രൈസ് കൂടുകയാണ് ചെയ്യുന്നത്. കാരണം ദിസ് ഈസ് ബിക്കോസ് സ്മോൾ ഇൻവെസ്റ്റേഴ്സ് മേ പെർസീവ് ദ സ്റ്റോക്ക് ആസ് ബീയിങ് മോർ അഫോർഡബിൾ ആൻഡ് ബൈ ദ സ്റ്റോക്ക്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ റിലയൻസ് എന്ന കമ്പനിയുടെ ഒരു ഷെയർ 2000 രൂപയ്ക്കാണ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ഇൻവെസ്റ്റർക്ക് അത് ഇപ്പോൾ വാങ്ങിക്കണമെങ്കിൽ 2000 രൂപ കൊടുക്കണം. അപ്പോൾ അവർക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാകുമ്പോൾ കമ്പനി അതിനെ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഷെയറിന്റെ പ്രൈസ് 500 രൂപയാക്കി മാറ്റുകയാണെങ്കിൽ 2000 എന്നുള്ളത് 500ലേക്ക് വരികയും ഒരു ഷെയർ എന്നുള്ളത് 4 ഷെയറായി മാറുകയും ചെയ്യും. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസാണ് 500 രൂപ. അവരത് വാങ്ങിക്കുകയും ചെയ്യും. ഇങ്ങനെ വാങ്ങുമ്പോൾ ദിസ് ഇഫക്റ്റീവ്ലി ബൂസ്റ്റ് ദ ഡിമാൻഡ് ഫോർ ദി സ്റ്റോക്ക് ആൻഡ് ഡ്രൈവ്സ് അപ്പ് പ്രൈസസ്. ഇങ്ങനെ എല്ലാവരും ഇൻവെസ്റ്റേഴ്സ് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും എന്നൊരു കോൺസെപ്റ്റിൽ ഷെയർ വാങ്ങിക്കുകയും കൂടുതൽ ആളുകൾ വാങ്ങുമ്പോൾ ഷെയറിന്റെ ഡിമാൻഡ് കൂടുകയും ആക്ച്വലി പ്രൈസ് കൂടുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ സത്യത്തിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് മീൻസ് വെൻ എ കമ്പനി ഡിസൈഡ് ടു സ്പ്ലിറ്റ് വൺ ഷെയർ ഓഫ് ഇറ്റ് സ്റ്റോക്ക് ഇൻ ടു മോർ ഷെയർസ്. പ്രാക്ടിക്കലി ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ഒരു കമ്പനിയുടെ ഷെയറിനെ കൂടുതൽ ഷെയറുകളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. Reserve capital. Reserve capital is the portion of uncalled capital which is kept in reserve and which will be called up only on winding up of the company. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കമ്പനി ഷെയറിന്റെ പ്രൈസ് കളക്ട് ചെയ്യുന്നത് ഇൻസ്റ്റാൾമെന്റ് രീതിയിലാണ്. ഇങ്ങനെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വിളിക്കുന്ന സമയത്ത് ഫൈനൽ കോള് കമ്പനി വിളിക്കാതെ മാറ്റിവെക്കും. ഇത് വിളിക്കുന്നത് എപ്പോഴാണ്? വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനി അഥവാ വൈൻഡിങ് അപ്പ് സ്റ്റേജിൽ എന്തെങ്കിലും ക്യാഷ് ആവശ്യമായിട്ട് വരുന്നു എന്നുണ്ടെങ്കിൽ ഒരു റിസർവ് ആയിട്ട് മാറ്റിവെക്കുന്ന എമൗണ്ട് ആണ് റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, 10 രൂപയുടെ ഷെയറിന് 8 രൂപ വരെ കമ്പനി വിളിച്ചിട്ടുണ്ടായിരിക്കും. ബാക്കി 2 രൂപ അവർ മാറ്റിവെക്കും. ഈ 2 രൂപ അവർ വിളിക്കുന്നത് വൈൻഡിങ് അപ്പിന്റെ ടൈമിനായിരിക്കും. നെക്സ്റ്റ്, ക്യാപിറ്റൽ റിസർവ്. It is created out of capital profit. It can be used at any time during the life of the company. എന്നാൽ റിസർവ് ക്യാപിറ്റൽ പോലെയല്ല ക്യാപിറ്റൽ റിസർവ്. ഓരോ വർഷവും കമ്പനിയുടെ ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്നും ഒരു നിശ്ചിത തുക മാറ്റിവെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് ക്യാപിറ്റൽ റിസർവ്. ഇത് കമ്പനിയുടെ ലൈഫ് ടൈമിൽ ഏത് സമയത്ത് വേണമെങ്കിലും കമ്പനിക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ്, difference between reserve and provision. Reserve, it refers to a sum or percentage of profit that a company retains or keeps aside at the end of a financial year towards meeting future contingencies that may occur. കമ്പനി ഫ്യൂച്ചറിൽ എന്തെങ്കിലും സംഭവിക്കും കരുതിയിട്ട് കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്നും ഒരു നിശ്ചിത തുക മാറ്റിവെക്കുന്നതാണ് റിസർവ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ജനറൽ റിസർവ്, റിസർവ് ഫോർ എക്സ്പാൻഷൻ, എന്തെങ്കിലും ഡെവലപ്മെന്റിനൊക്കെ വേണ്ടിയിട്ടൊക്കെ അവർ ഒരു തുക മാറ്റിവെക്കുന്നതാണ് റിസർവ് എന്ന് പറയുന്നത്.
പ്രൊവിഷൻസ് ആർ മെയ്ഡ് ടു മീറ്റ് സ്പെസിഫിക് ലാബിലിറ്റി ഓർ കണ്ടിൻജൻസി. എന്തെങ്കിലും ഒരു സ്പെസിഫിക് ലാബിലിറ്റി അല്ലെങ്കിൽ ഒരു കണ്ടിൻജൻസി മീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ട് ഒരു തുക മാറ്റിവെക്കുന്നതാണ് പ്രൊവിഷൻ. ഫോർ എക്സാമ്പിൾ, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്. ഡെപ്റ്റേഴ്സ് പണം തരാനുള്ളതിന്റെ മുന്നിൽ നമ്മളൊരു പ്രൊവിഷൻ മാറ്റിവെക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, ഇത്തരത്തിലുള്ള ഒരു സ്പെസിഫിക് ലാബിലിറ്റിയുടെ മുകളിൽ മാറ്റിവെക്കുന്നതാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് എ ഷെയർ? What are the classes of share? Share. The share capital of a company will be divided into small units. Each unit is called a share. ഒരു കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിനെ ചെറിയ യൂണിറ്റുകളാക്കിയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇങ്ങനെ ഓരോ ചെറിയ യൂണിറ്റിനെയും പറയുന്ന പേരാണ് ഷെയർ എന്ന് പറയുന്നത്. ഓരോ ഷെയർ ഹോൾഡേഴ്സും അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള യൂണിറ്റ്സ് അല്ലെങ്കിൽ ഷെയർ ആണ് വാങ്ങിക്കുന്നത്. ഇങ്ങനെ എല്ലാ ഷെയർ ഹോൾഡേഴ്സിന്റെയും യൂണിറ്റ് കൂടി ചേർന്നുണ്ടാകുന്നതാണ് ഷെയർ ക്യാപിറ്റൽ. ജനറലി ഷെയർസ് മേ ബി ടു ടൈപ്സ്, ദാറ്റ് മീൻസ് ഇക്വിറ്റി ഷെയർ ആൻഡ് പ്രിഫറൻസ് ഷെയർ. സാധാരണ ഷെയറുകൾ രണ്ട് തരത്തിലാണ്. ഒന്ന് ഇക്വിറ്റി ഷെയർ, മറ്റൊന്ന് പ്രിഫറൻസ് ഷെയർ. ഇക്വിറ്റി ഷെയർ, ഓൾ ദോസ് ഷെയർസ് വിച്ച് ആർ നോട്ട് പ്രിഫറൻസ് ഷെയർസ് ആർ നോൺ ആസ് ഇക്വിറ്റി ഷെയർസ്. പ്രിഫറൻസ് ഷെയർസ് അല്ലാത്ത എല്ലാ ഷെയറുകളെയും നമുക്ക് ഇക്വിറ്റി ഷെയർ എന്ന് പറയാം. ഇറ്റ് റെപ്രസെന്റ് ദ ഓണർഷിപ്പ് ക്യാപിറ്റൽ ഓഫ് എ കമ്പനി. ഇതൊരു കമ്പനിയുടെ ഓണർഷിപ്പ് ക്യാപിറ്റലാണ്. ദേ ഹാവ് നോ പ്രിഫറൻഷ്യൽ റൈറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ഡിവിഡൻഡ് ഓർ റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്നതിനോ അതുപോലെ തന്നെ കമ്പനി അവരുടെ ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുന്നതിനോ യാതൊരുവിധ പരിഗണനയും ഉണ്ടായിരിക്കില്ല. ദ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഓൺ ഇക്വിറ്റി ഷെയർസ് ഈസ് നോട്ട് ഫിക്സഡ്. അവർക്ക് കിട്ടുന്ന റിട്ടേണിന്റെ റേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. ദേ ആർ ഓൾസോ നോൺ ആസ് ഓർഡിനറി ഷെയർസ്. ഇക്വിറ്റി ഷെയർസിനെ ഓർഡിനറി ഷെയർസ് എന്നും പറയാറുണ്ട്. Preference shares. Preference shares are those which carry a preferential right over equity shares as regards payment of dividend and repayment of capital in the event of winding up. Preference shares എന്ന് വെച്ചാൽ ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുന്നതിനോ അതുപോലെ തന്നെ ഡിവിഡൻഡ് കൊടുക്കുന്നതിനോ മുൻഗണനയുള്ള ഷെയറുകളാണ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. A fixed rate of dividend is paid on preference shares before any dividend is paid on equity shares. കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്നും ഡിവിഡൻഡ് കൊടുക്കുന്ന സമയത്ത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിന് മുന്നേ എല്ലാ വർഷവും ഒരു നിശ്ചിത ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാറുണ്ട്. നെക്സ്റ്റ്, forfeiture of shares. Forfeiture of shares simply means cancellation of shares due to non-payment of allotment money or call money within a specified period. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, കമ്പനി ഷെയറിന്റെ പ്രൈസ് കളക്ട് ചെയ്യുന്നത് ഇൻസ്റ്റാൾമെന്റ് രീതിയിലാണ്. ഇങ്ങനെ ഇൻസ്റ്റാൾമെന്റ് രീതിയിൽ കളക്ട് ചെയ്യുമ്പോൾ അലോട്ട്മെന്റ് മണിയോ അല്ലെങ്കിൽ കോൾ മണിയോ വിളിക്കുന്ന സമയത്ത് ഷെയർ ഹോൾഡേഴ്സ് കൊടുക്കാത്ത പണം കമ്പനി ക്യാൻസൽ ചെയ്യാറുണ്ട്. ഇതിനെ പറയുന്ന പേരാണ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ്. അടുത്തതായി ഇനി വരാൻ പോകുന്ന പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്. ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്, നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്, പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്, നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്, റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്, കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസ്, ക്യുമുലേറ്റീവ് കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസ്. ഇത്രയുമാണ് പ്രിഫറൻസ് ഷെയർസ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്താണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്? സാധാരണ കമ്പനികൾ ഓരോ വർഷങ്ങളിലും ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കാറുണ്ട്. ഇത് ഓരോ വർഷത്തിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ തുടർന്നുള്ള വർഷങ്ങളിൽ ഇവർക്ക് കൊടുക്കാനുള്ള ഡിവിഡൻഡ് കൂട്ടിയിട്ട് കൊടുക്കുന്നതാണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്. നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുമ്പോൾ കമ്പനി അതാത് വർഷങ്ങളിൽ കൊടുക്കേണ്ട ഡിവിഡൻഡ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തുടർന്നുള്ള വർഷങ്ങളിൽ ഇവർക്ക് ഇത് ലഭിക്കില്ല. ആ വർഷങ്ങളിൽ ഉള്ളത് മാത്രമേ കിട്ടുകയുള്ളൂ. നെക്സ്റ്റ്, പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്. പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് എന്ന് വെച്ചാൽ കമ്പനിയുടെ സർപ്ലസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിന് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്
കൊടുക്കേണ്ട പ്രോഫിറ്റ് കഴിഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലും പ്രോഫിറ്റ് വരുന്നതിന് പറയുന്ന പേരാണ് സർപ്ലസ് പ്രോഫിറ്റ്. ഈ സർപ്ലസ് പ്രോഫിറ്റിൽ ഒരു ചെറിയ അവകാശം പ്രിഫറൻസ് ഷെയർസിന് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്. നെക്സ്റ്റ്, നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്. സർപ്ലസ് പ്രോഫിറ്റിൽ അവകാശം ഇല്ലാത്ത ഹോൾഡേഴ്സാണ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. നെക്സ്റ്റ്, റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. കമ്പനി ഒരു നിശ്ചിത വർഷം കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കേണ്ട ഷെയറുകളാണ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. നെക്സ്റ്റ്, കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസ്. ഒരു നിശ്ചിത വർഷം കഴിഞ്ഞാൽ പ്രിഫറൻസ് ഷെയർസ് ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇതാണ് കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസ്. ലാസ്റ്റ് വൺ, ക്യുമുലേറ്റീവ് കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത വർഷം കഴിഞ്ഞാൽ പ്രിഫറൻസ് ഷെയർസ് ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനും കഴിയും. അതുപോലെ തന്നെ അവർക്ക് അരിയർ ആയിട്ടുള്ള ഡിവിഡൻഡ് കിട്ടാനും സാധ്യതയുള്ള ഷെയർസ് ആണ് ക്യുമുലേറ്റീവ് കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസ്. നെക്സ്റ്റ്, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം ഓർ പ്ലാൻ, ESOS or ESOP. Under this scheme, the company grants its employees an option to buy a certain number of shares at a predetermined price which is lower than the market price. കമ്പനി അവരുടെ എംപ്ലോയീസിന് കൊടുക്കുന്ന ഒരു ഓപ്ഷനാണ് ഇത്. എന്താണ് ഓപ്ഷൻ? കമ്പനിയുടെ ഷെയർ മാർക്കറ്റ് പ്രൈസിലും കുറഞ്ഞ രീതിയിൽ അവർക്ക് കമ്പനിയിൽ നിന്നും വാങ്ങിക്കാം. There is no obligation for employees to purchase the shares. എംപ്ലോയീസിന് യാതൊരുവിധ നിർബന്ധമില്ല ഈ ഷെയർ വാങ്ങിക്കണം എന്നുള്ളത്. The main aim is to retain good employees in the organization. ഇത് കമ്പനി കൊടുക്കുന്ന ഒരു ഓഫറാണ്. എന്തിനാന്ന് വെച്ചാൽ കമ്പനിയിലെ നല്ല എംപ്ലോയീസിനെ അവര് അവിടെ തന്നെ റീറ്റെയിൻ ചെയ്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ട് എംപ്ലോയീസിന് കൊടുക്കുന്ന ഒരു ഓപ്ഷനാണ് ഇത്തരത്തിലുള്ള ഒരു ഓഫർ എന്ന് പറയുന്നത്.